പ്രിയ അനീഷിന്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ദുഃഖിക്കുവാൻ ഞങ്ങൾക്ക് ഈ നിലയിൽ ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ബ്രദറിൻ അസംബ്ലിയെ റെപ്രസെന്റ് ചെയ്താണ്. ഞങ്ങള് ഒരു സഭയിൽ ഉണ്ടായിരുന്നവരല്ല എങ്കിലും ഈ പ്രിയ മകന് അസുഖം ബാധിച്ച സമയം മുതൽ ദൈനംദിനം ഞങ്ങൾ സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബമായിട്ടും പ്രാർത്ഥനയിൽ ഓർത്തു എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഞാൻ ഓർത്തു പോവുകയാണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തെ നീട്ടിക്കൊടുത്ത വലിയവനായ ദൈവം. ഡോക്ടേഴ്സ് പറഞ്ഞു 6 മാസം. എന്നാൽ അനേക പേരുടെ പ്രാർത്ഥനയെ കൂടി ചെന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നിവൃത്തിയില്ലാതായി 7 വർഷം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക്, പ്രിയ ബ്ലസ്സിക്ക്, പ്രിയ മകൻ ജാരസിന്, സഹോദരങ്ങൾക്ക്, സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് താങ്ങുവാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. എങ്കിലും എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ നമുക്കൊരു മാർഗവുമില്ല. കർത്താവ് പ്രിയപ്പെടുന്നവരെ വിളിച്ച് തന്നെ സന്നിധാനമാക്കുവാൻ ഏതവസരത്തിലും തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിൽ നല്ലൊരു യോദ്ധാവായി കർത്താവിനോട് പോരാടിക്കൊണ്ടിരുന്ന, നല്ല സാക്ഷ്യം പുലർത്തിയ, നല്ല പരിജ്ഞാനമുള്ള, ഞാൻ പറയാം, ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആയിരുന്നു പ്രിയ അനീഷ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കല് UAE കോമൺ ഗ്യാതറിംഗില് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗം ഇന്നും ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ ഗംഭീരമായ നിലയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി. അപ്പോൾ കർത്താവിന് ഈ ഒരു നല്ല പടയാളിയെ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് വിളിച്ച് മകനെ നീഞ്ഞു പോരുക എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ബ്ലസ്സിക്ക് മകനെ മാതാപിതാക്കൾ നമുക്ക് ഓർക്കുകയും ആ വേർപാട് ദുഃഖം തന്നെയാണ്. ആ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒപ്പം നമുക്ക് ദുഃഖിക്കുകയും മാത്രമല്ല, അവരെ വരുന്ന ദിവസങ്ങളില് അനാഥമാക്കും വിധവമാക്കും കർത്താവായവൻ അവരെ പരിപാലിക്കും. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കട്ടെ. സമാധാനത്താൽ ബലത്താൽ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ആശ്വസിപ്പിക്കട്ടെ. സഹോദരങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സഭയിലുള്ളവരെ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങൾ എന്റെയും കുടുംബത്തിന്റെയും മാത്രമല്ല ബ്രദേഴ്സ് അസംബ്ലിയുടെയും അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. എന്റെ വാക്കുകൾക്ക് വിരാമം. ഈ സ്ഥലസഭയുള്ള ബന്ധത്തിൽ നടത്തുന്ന സർവീസാണ്. ഞാൻ തന്നെ ഇതിന്റെ സമയം തെറ്റിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു നടത്തുന്നു. ഈ പ്രിയ ബാബജാൻ കുടുംബം ഈ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ ഒന്നിച്ച് കൂട്ടായ്മയിൽ പോകുന്ന കുടുംബമാണ്. ഈ ഭവനത്തെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ധാരാളം വകകളുണ്ട്. ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം നൽകുകയാണ്. അനീഷിന്റെ ജീവിതത്തിലുണ്ടായ ഈ വിഷമഘട്ടം ഞാൻ അറിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ കുടുംബമായി അവന് വേണ്ടി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കുകയും രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ സഭാ യോഗം കഴിഞ്ഞുള്ള അവസാനത്തെ പ്രാർത്ഥനയിൽ അവനെ പ്രത്യേകം കഴിഞ്ഞ ഈ 7 വർഷക്കാലം ഓർക്കുകയും ഇടയ ദിവസങ്ങളിലുള്ള മീറ്റിങ്ങുകളിലും അവന് വേണ്ടിയും ഒരു കുടുംബത്തിന് വേണ്ടിയും പ്രത്യേക പാപ്പിൽ മച്ചാന്റെ ആത്മീയ ബലത്തിന് വേണ്ടിയും ഞങ്ങൾ മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു. ലോകത്തെമ്പാടുമുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ അവന് വേണ്ടി മുട്ടിപ്പാട് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടതുപോലെ ഈ ദൈവം 15 വർഷം നീട്ടിക്കൊടുത്തതുപോലെ വീണ്ടും അവൻ ആയുസ് നീട്ടിക്കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു.
പക്ഷെ ദൈവം ആ നിലയിലല്ല കാര്യങ്ങളെ ക്രമീകരിച്ചത്. അവരെ 7.5 വർഷക്കാലം മാത്രമേ നീട്ടി നൽകുകയുള്ളൂ. അതിൽ നമുക്ക് സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ. യോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുകൊള്ളുകയാണ്. ദീർഘമായ 14 വർഷക്കാലം ഒരു സ്നേഹത്യാഗം മേഖലയായിരുന്നില്ല മിസ്റ്റർ ജേക്കബ്. നിങ്ങളുടെ അന്വേഷണം ഞങ്ങളുടെ സ്നേഹത്യാഗ സുഹൃത്തായിരുന്നു, ഒരു ജ്യേഷ്ഠനായിരുന്നു, അതിലൊരു മാനേജറിന്റെ അദ്ദേഹം ഞങ്ങളുടെ നല്ലൊരു ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിക്ക് ഏൽപ്പിച്ച നഷ്ടം, അതുപോലെ നിങ്ങളുടെ നാടിനേറ്റ നഷ്ടം നികത്താനാവുന്നതല്ല എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷെ എങ്കിലും ആ കുറവ് ദൈവം എങ്ങനെ നീട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വിജയം, അതുപോലെ MP, അവരുടെ അക്കൗണ്ട്സ് മാനേജർ, നിങ്ങളോട് അവരുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ ദുഃഖം അറിയിക്കാൻ വേണ്ടി എന്നെ അയച്ചതാണ്. സമാനത്തിലുള്ള നീ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോ ശരിക്ക് ഞാൻ ഒരുപാട് എനിക്ക് ആ സിറ്റുവേഷനുകൾ ജേക്കബ് ലാസ്റ്റ് ടൈം ഞങ്ങൾ അബുദാബിയിൽ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹം വെറുതെ ബാക്കി പറഞ്ഞു, മുഹമ്മദ് 200 കിലോമീറ്റർ എനിക്ക് കടുത്തുവേദനയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ജേക്കബ് നിങ്ങൾ 100 കിലോമീറ്റർ ഓടിക്കും, ബാക്കി 100 കിലോമീറ്റർ ഞാൻ ഓടിക്കാൻ പറഞ്ഞപ്പോ I think that is my last 100 meters, so I had to ride. ഞാൻ 100 കിലോമീറ്റർ ട്രൈ ചെയ്യാം, ബാക്കി 100 കിലോമീറ്റർ. ഇപ്പോൾ തമാശ ഞാൻ പറഞ്ഞു അളമ്പറ്റെന്ന് പറയാൻ പറഞ്ഞപ്പോ അല്ല, റിയാലിറ്റി അനുഭവിച്ചേ പറ്റൂ. എപ്പോഴായാലും നമ്മൾ ദൈവത്തിലേക്ക് പോകണത് ഇന്നലെ അറിയുകയും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ പോയി. ഇനി നമുക്ക് മകളെ കഴിയാനുള്ളതാണ്. ഒന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു, അദ്ദേഹം നമ്മൾ എല്ലാം നാളെ ഒന്നിച്ച് സ്വർഗത്തിൽ അങ്ങേറ്റെ ഒന്നിച്ച് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടാം. സഹോദരങ്ങളെ, സഹോദരങ്ങളെയും അവരുടെ സഹോദരിയെയും അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിനീതനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിന് എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അദ്ദേഹത്തിന്റെ മരണവും മരണത്താൽ സാധിക്കുന്ന കാര്യങ്ങളും ദൈവം കുറെ കാലം കൂടെ ഈ ശരീരത്തിൽ ജീവിക്കുവാൻ അദ്ദേഹത്തെ അനുവദിച്ചാൽ അതുകൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളും ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം എത്രയോ ചരമ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരും അനുസ്മരണം അറിയിക്കുന്നവരും ദൈവവചനം പ്രസ്താവിക്കുന്നവരുമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നാം സംബന്ധിക്കുന്നതോറും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടതാണ്. ഒരു ഭക്തന്റെ മരണത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് ആ മരണം ലാഭമാകും.
എല്ലാവരുടെയും മരണം ലാഭമാണ് എന്ന് തിരുവെടുത്ത് പറയുന്നില്ല. ഒരു കൂട്ടരുടെ മരണം വൻപിച്ച ലാഭത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു കൂട്ടരുടെ മരണം വൻപിച്ച നഷ്ടത്തിലേക്കാണ് കലാശിക്കുന്നത്. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട അനീഷിന്റെ ദേഹവിയോഗത്തിൽ സംബന്ധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ദാവീദിന്റെ വാക്കുകളിൽ പറഞ്ഞ സകല ഭൂവാസികളുടെ വഴിയായി പോകേണ്ടവരാണ്. അങ്ങനെ പോകുന്ന ഒരു നിമിഷം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ മരണം ലാഭമാക്കി തീർക്കേണ്ട വലിയ ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. കുടുംബത്തിലും ബേബിച്ചാനും കുടുംബത്തിലും വിശേഷാൽ പ്രിയ മകൾ ബ്ലസ്സിക്കും കുഞ്ഞിനും സഹോദരങ്ങൾക്കും ഒക്കെ വളരെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ എഴുതിക്കൊണ്ട് ഭൗതിക ശരീരത്തിന് ചുറ്റും അവരായിരിക്കുന്നത്. കാരണം അനീഷ് വൻപിച്ച ഒരു ലാഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അനീഷിന്റെ മരണം ഒരു വൻപിച്ച ലാഭമുണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ലാഭമായിരിക്കുന്നത്? 23-ാം വാക്യത്തിൽ അതിന്റെ മറുപടി പൗലോസ് പറയുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഒരു ക്രിസ്തുഭക്തന്റെ മരണം ലാഭമായിരിക്കുവാനുള്ള കാരണം പൗലോസ് വ്യക്തമാക്കുന്നത് മരണത്തിനപ്പുറം വിട്ടുപിരിയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. അതെത്രയോ അനുഗ്രഹമായ കാര്യം. കഴിഞ്ഞ 42 വർഷം ക്രിസ്തുവിന്റെ ആത്മീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന അനീഷ് ഇപ്പോൾ ക്രിസ്തുവിന്റെ ആന്തരിക സാന്നിധ്യമെന്നോ ശാരീരിക സാന്നിധ്യമെന്നോ പറയാവുന്ന വിധത്തിൽ ആ സാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ച് അനീഷിന്റെ വേർപാടിൽ ദൈവത്തിന് മഹത്വം കൈവരുവാൻ നമ്മെ സഹായിക്കുന്ന വസ്തുത. എന്തുകൊണ്ടാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ അങ്ങനെ ഒരു ക്രിസ്തുഭക്തന്റെ മരണം ലാഭകരമായി തീർക്കുവാനുള്ള കാരണം? അത് 21-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഒരുവന്റെ ജീവിതത്തിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരുവന്റെ ജീവിതം ക്രിസ്തുവിനുള്ളതാണെങ്കിൽ, ക്രിസ്തു ഒരുവനിൽ ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായും അവന്റെ മരണം ഒരു ലാഭം തന്നെയായിരിക്കും. വിട്ടുപിരിഞ്ഞവൻ ക്രിസ്തുവിനോടുകൂടിയായിരിക്കും. നമ്മുടെ മകൻ അനീഷിന്റെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷത്തിൽ സത്യസുവിശേഷം കേൾക്കുവാനും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയസ്നേഹത്തോടും വിനയത്തോടുകൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് മരണം പിടികൂടുമ്പോൾ, മരണത്തിന്റെ തണുപ്പുകൾ നിങ്ങളെ ആശ്രയിക്കുമ്പോൾ ആ മരണം ലാഭകരമായി തീരണമെന്നുമില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ജീവിക്കുന്ന ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ അംഗീകരിച്ച് ക്രിസ്തുവുള്ളവരായി തീർന്നാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മരണം ലാഭകരമാകും. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാം. എന്നാൽ മരണം നമ്മളെ പിടികൂടി ഓർമ്മിക്കുന്നുണ്ട്. ഒരു 3 ഉത്തരവാദിത്തങ്ങൾ വായിച്ച വേദഭാഗത്ത് നിന്ന് അല്പമായി പറഞ്ഞ് ചുരുക്കം വ്യക്തിയോട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്തം അതിന്റെ 20-ാമത്തെ വാക്യത്തിലുണ്ട്. മരണം നമ്മളെ പിടികൂടി ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു വിധാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ കർത്താവുടെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നൽകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തുന്ന യാതനത്തിൽ നമ്മുടെ പ്രിയമകൻ അന്വേഷിച്ചുണ്ടായിരിക്കുമല്ലോ. ആ പുനരുത്ഥാനത്തിൽ പുത്തൻ പ്രഭാതത്തിൽ പുത്തൻ ശരീരം പ്രാപിച്ച് കോടാനുകൂടി വിശുദ്ധന്മാരെ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ പരമേറ്റങ്ങളിൽ എടുക്കപ്പെടും. അന്നീച്ചു വാചകത്തിൽ കാണും. ഈ വചനങ്ങളാൽ നമുക്ക് ആശ്വസിക്കാം, ധൈര്യപ്പെടാം, കർത്താവിനെ വർദ്ധിച്ചു വരാം, കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: Here rest in honor glory, an American sword here, not but to God. അക്ഷരാർത്ഥത്തിൽ
എല്ലാ വഴികളും പുത്തൻകാവിലേക്കെന്ന് പറയാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്താണ് ഈ 42 വയസ്സുള്ള അനീഷിന് നമ്മുടെ ജീവിതത്തോട് പറയാനായിട്ടുള്ളത്? എത്രയോ മരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ അനീഷിന്റെ ജീവിതം ഈ ചുരുങ്ങിയ 4 പതിറ്റാണ്ട് കൊണ്ട് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു ജീവിതമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷിനെ ഓർത്ത്, ഈ കുടുംബത്തെ ഓർത്ത് ലോകത്തെമ്പാടുമുള്ള ദൈവജനം, ഇത്രയധികം പ്രാർത്ഥന ലഭിച്ച മറ്റൊരു കുടുംബം നമ്മുടെ മധ്യത്തിലുണ്ടോ എന്ന് തോന്നിപ്പോകുമാറ് അത്രമാത്രം പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, അനീഷിന്റെ ജീവിതം മെഡിക്കൽ സയൻസ് അനുസരിച്ച് നേരത്തെ കടന്നുപോയിരുന്നെങ്കിൽ ഈ ജൈറസിന് അന്ന് 2 വയസ്സ് മാത്രമേ പറയാൻ കാണുകയുള്ളൂ. എന്നാൽ ദൈവം എക്സ്റ്റൻഡ് ലൈഫ് കൊടുത്ത് അവനെ പ്രിപ്പയർ ചെയ്ത് അവന്റെ പിതാവിനെ മനസ്സിലാക്കുവാൻ, അവന്റെ പിതാവിനെ കുറിച്ച് ദൈവജനം മനസ്സിലാക്കിയിരിക്കുന്ന സാക്ഷ്യം കേൾക്കുവാൻ ദൈവം അവനൊരു അവസരം കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അനീഷ് മരിക്കുന്ന അന്ന് രാത്രിയിലും ഞാൻ തിരുമണ്ടിൽ കുറെ മണിക്കൂറുകൾ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ടായിരുന്നു. അവിടെയുള്ള ദൈവസഭ അനേക രാത്രികളിൽ മിഡ് നൈറ്റ് പ്രയർ കോണ്ടാക്ട് ചെയ്ത് ബന്ധിച്ച അദ്ദേഹത്തിന്റെ രോഗത്തിന് വേണ്ടി ഇരുവരും IPC സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് പലരും കടന്നു വന്നിട്ടുണ്ട്. IPC സഭയുടെ ദുഃഖം ഈ സമയത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഔദരിയിൽ ആണ് എൻ്റെ മകനും അനിലയും ഒക്കെ ആരാധിച്ചു വരുന്നത്. അവരും ഈ വിഷയത്തിൽ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് അറിയിക്കണമെന്ന് രാജനോട് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബമായിട്ട് ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചു, ചിന്തിച്ചെങ്കിലും കർത്താവിന്റെ സമയത്ത് ദൈവം അത് ചെയ്യും. ഈ അവസരത്തിൽ നമുക്ക് ആശ്വാസം തരുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ സമയത്തിൽ ഒന്നും പറയുവാനില്ല. കർത്താവിന്റെ അരുളി ചെയ്ത ഒരു വാക്യം മാത്രമേ നമുക്ക് ആശ്വാസം തരൂ. പിതാവേ, നിനക്ക് ഇങ്ങനെ പ്രസാദിക്കുവാൻ വേണ്ടി ദൈവം പ്രസാദിച്ച ജീവിതത്തിലാണ്. അതുകൊണ്ട് അതിൽ ആശ്രയം വെച്ചുകൊണ്ട് ആശ്വസിപ്പാൻ തക്കോളം എല്ലാവർക്കും ഇടയാകട്ടെ. വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയമില്ല. എന്റെ ഒരു അവരെ പോലെ ഞാൻ സ്നേഹിച്ച വ്യക്തിയാണ് അനീഷ്. തന്നെ എന്റെ മരുമകൾ വിളിക്കുന്നത് പോലെ അച്ചാച്ചി എന്ന സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വാത്സല്യം കൂടിക്കൊണ്ടിരുന്നു. നമ്മളെല്ലാം വിശ്വാസത്തില് മുന്നോട്ട് ജീവിതയാത്രയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ എത്തുവാൻ തക്കവണ്ണം ശക്തമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തനായ വിശ്വാസ വീരന്മാർക്ക് ചിലർക്ക് ഓടി മുന്നോട്ട് പോകാൻ തക്കനിടയാകും. മാതാവിനെയും പിതാവിനെയും കടന്ന് സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ ഓടി ആ ഫിനിഷിംഗിൽ പോയിന്റിൽ എത്തുവാൻ ചില വ്യക്തികൾക്ക് കഴിയും. അങ്ങനെ ആ ഫിനിഷിംഗിൽ പോയി ഓടി എത്തിയ ഒരു വലിയ വിശ്വാസ വീരനായിരുന്നു അനീഷ്. അതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടാനുണ്ടോ? നമ്മുടെ മുമ്പിൽ കയറി